ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അപ്പോളോ ഗോൾഡ്, കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. Malabar Gold and Diamonds. Celebrate the beauty of life. നമസ്കാരം. ജില്ലാ വാർത്തകൾ. അന്താരാഷ്ട്ര നിലവാരത്തിലെത്തിയ കരിപ്പൂർ അതേ തലത്തിൽ കുപ്രസിദ്ധിയിലെത്തിയിരിക്കുകയാണ്. വകുപ്പുകളുടെ ഏകോപനമില്ലായ്മ വരുത്തിവെച്ചത് ഒരു ജവാന്റെ മരണം. ജോലികളുടെ ഗൌരവം കണക്കിലെടുക്കാതെയുള്ള ഇടപെടലുകളാണ് മിക്കപ്പോഴും ഇത്തരം അത്യാഹിതങ്ങൾക്ക് കാരണമാകുന്നത്. പ്രധാന വാർത്തകളിലേക്ക്. സംഘർഷങ്ങൾക്കും കൊലപാതകത്തിനും ശേഷം കരിപ്പൂർ സാധാരണ നിലയിലേക്ക്. മരണപ്പെട്ട CISF ജവാന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കരിപ്പൂരിൽ. ഏഷ്യൻ അത്ലറ്റിക് മീറ്റിൽ മെഡൽ നേടിയെത്തിയ തങ്ങൾക്ക് സംസ്ഥാന സർക്കാർ ഒരു അനുമോദന ചടങ്ങ് പോലും സംഘടിപ്പിച്ചിട്ടില്ലെന്ന് ഒളിമ്പ്യൻ PT ഉഷ. സമരങ്ങളിലൂടെ നേടിയെടുത്ത തൊഴിലാളികളുടെ അവകാശങ്ങൾ കവർന്നെടുക്കാനാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ശ്രമിക്കുന്നതെന്ന് INTUC ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് M. രാജൻ. വിശദമായ വാർത്തകളിലേക്ക്. കരിപ്പൂർ വിമാനത്താവളത്തിൽ കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ സംഘർഷത്തിൽ കൊല്ലപ്പെട്ട CISF ജവാൻ ജയ്പാൽ യാദവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വിട്ടുകൊടുത്തു. അതീവ സുരക്ഷാ മേഖലയായ എയർപോർട്ടിലെ എയർ ട്രാഫിക് കൺട്രോൾ വിഭാഗത്തിന് സമീപത്തെ VIP കവാടത്തിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ കടക്കാൻ ശ്രമിച്ചത് CISF തടഞ്ഞതാണ് സംഘർഷത്തിലും തുടർന്ന് കൊലപാതകത്തിലും കലാശിച്ചത്. കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സുരക്ഷാ മേഖലയിൽ എയർപോർട്ട് അതോറിറ്റി ജീവനക്കാർ പ്രവേശിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി തർക്കങ്ങൾ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. ബുധനാഴ്ച രാത്രി 10 മണിയോടെയാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ CISF ജവാന്മാരും ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗം ഉദ്യോഗസ്ഥരും തമ്മിൽ വാക്കുതർക്കമുണ്ടാകുന്നത്. വിമാനത്താവളത്തിലെ അതീവ സുരക്ഷാ മേഖലയായ എയർ ട്രാഫിക് കൺട്രോൾ വിഭാഗത്തിനു സമീപത്തെ VIP കവാടത്തിലൂടെ അകത്തുകടക്കാൻ ശ്രമിച്ച ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ സണ്ണി തോമസിനെ സുരക്ഷാ പരിശോധനയ്ക്കിടെ CISF തടഞ്ഞതാണ് സംഘർഷത്തിന് കാരണമായത്. നേരിട്ട് റൺവേയിലേക്ക് കടക്കാൻ കഴിയുന്ന കവാടമാണ് ഇത്. വിമാനത്താവളത്തിന്റെ സുരക്ഷ പൂർണ്ണമായും അടുത്ത കാലത്ത് CISFന് കൈമാറിയിരുന്നു. അതുകൊണ്ട് തന്നെ പരിചയമുണ്ടെങ്കിൽ പോലും കർശന സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷം മാത്രമാണ് എല്ലാവരെയും CISF അകത്തേക്ക് കയറ്റിവിടുന്നത്. യൂണിഫോമിലായിരുന്നിട്ടും സണ്ണി തോമസിനെ CISF ദേഹപരിശോധന നടത്തിയത് അംഗീകരിക്കാൻ ജീവനക്കാർ കൂട്ടാക്കിയില്ല. ഇതോടെ സംഘർഷം രൂക്ഷമായി. സംഘർഷത്തിനിടെയുണ്ടായ പിടിവലിക്കിടെ അബദ്ധത്തിൽ തോക്കിൽ നിന്നും വെടിയുതിരുകയായിരുന്നുവെന്നാണ് പ്രാഥമിക വിവരം. സംഭവത്തെ തുടർന്ന് സംഘടിച്ചെത്തിയ CISFകാരും അതോറിറ്റി ജീവനക്കാരും തമ്മിൽ 1.5 മണിക്കൂറോളം സംഘർഷമുണ്ടായി. വിമാനത്താവളത്തിലെത്തിയ യാത്രക്കാർക്കും ഇത് പ്രതിസന്ധിയുണ്ടാക്കി. ഇതിനിടെ ദുബായിൽ നിന്നെത്തിയ വിമാനം ലാൻഡ് ചെയ്യാൻ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അനുവദിച്ചില്ല. റൺവേയിൽ ഫയർ എഞ്ചിൻ കൊണ്ടിട്ട് ഇവർ ഉപരോധം തീർത്തു. ഇതേ തുടർന്ന് വിമാനം മിനിറ്റുകളോളം ആകാശത്ത് വട്ടമിട്ട് പറന്നു. പിന്നീട് ഈ വിമാനവും മുംബൈ കരിപ്പൂർ ഇൻഡിഗോ വിമാനവും നെടുമ്പാശ്ശേരിയിലേക്ക് തിരിച്ചുവിട്ടു. അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സുരക്ഷാ മേഖലയിൽ എയർപോർട്ട് ജീവനക്കാർ പ്രവേശിക്കുന്നതുമായി ബന്ധപ്പെട്ട ഇതിനു മുൻപും തർക്കമുണ്ടായിട്ടുണ്ട്. എയർപോർട്ട് അതോറിറ്റി ജീവനക്കാരുടെ പ്രവേശന പാസ് വിതരണത്തിനെതിരെ CISF നിരവധി തവണ പരാതി ഉന്നയിച്ചിരുന്നു. വർഷങ്ങളായി ഇവിടെ ഈ രണ്ട് വിഭാഗക്കാരും തമ്മിൽ കടുത്ത ഭിന്നതയിലായിരുന്നുവെന്ന് സൂചനയുണ്ട്. CISF ജവാന്മാരുടെ സുരക്ഷാ പരിശോധന പല പ്രാവശ്യം അതോറിറ്റി ജീവനക്കാർ എതിർത്തിരുന്നു. സുരക്ഷാ പരിശോധനയുമായി ബന്ധപ്പെട്ട് CISFും എയർപോർട്ട് അതോറിറ്റി ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ഭിന്നത വർഷങ്ങളായി നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഈ തർക്കം ഒരു ഉദ്യോഗസ്ഥന്റെ ജീവനെടുക്കുന്നത് ഇത് ആദ്യമാണ്. ഇരുവിഭാഗങ്ങളുടെയും ഉന്നത ഉദ്യോഗസ്ഥർ ക്രിയാത്മക ഇടപെടൽ നടത്തിയിരുന്നുവെങ്കിൽ പ്രശ്നം ഇത്ര രൂക്ഷമാകില്ലെന്നും ആക്ഷേപമുണ്ട്. സംഘർഷവുമായി ബന്ധപ്പെട്ട് 15ഓളം പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കൊണ്ടോട്ടി CI സന്തോഷിനാണ് അന്വേഷണ ചുമതല. ഏഷ്യൻ അത്ലറ്റിക് മീറ്റിൽ മെഡൽ നേടിയെത്തിയ തങ്ങൾക്ക് സംസ്ഥാന സർക്കാർ ഒരു അനുമോദന ചടങ്ങ് പോലും സംഘടിപ്പിച്ചിട്ടില്ലെന്ന് ഒളിമ്പ്യൻ PT ഉഷ. കനത്ത മഴയെ അതിജീവിച്ചാണ് ടിൻഡു ലൂക്കിയും ജിസ്ന മോളും ചൈനയിൽ നടന്ന മീറ്റിൽ മെഡൽ നേടിയതെന്നും PT ഉഷ കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ നടത്തിയ മുഖാമുഖത്തിൽ പറഞ്ഞു. കനത്ത മഴയെ അതിജീവിച്ചാണ് ഏഷ്യൻ അത്ലറ്റിക് മീറ്റിൽ ടിൻഡു ലൂക്കയും ജിസ്ന മാത്യുവും മെഡലുകൾ കരസ്ഥമാക്കിയതെന്ന് കോച്ച് ഒളിമ്പ്യൻ PT ഉഷ പറഞ്ഞു. കാലിക്കറ്റ് പ്രസ് ക്ലബിന്റെ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അവർ.
അപ്പം ബോഡി ചൂടാക്കണമെങ്കിലും മഴയത്താണ്, ബോഡി പിന്നെ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒക്കെ മഴയത്താണ്. അപ്പൊ 2.5 മണിക്കൂർ മഴേന്റെ ഉള്ളിൽ ഇരുന്നിട്ടാണ് ഒരു മഴയത്ത് തന്നെ ടിൻഡ് ഓടുന്നത്. അതൊക്കെ നോക്കുമ്പോൾ ഒളിമ്പിക് ക്വാളിഫിക്കേഷൻ മാർക്ക് എന്ന് പറഞ്ഞ 201 മോശമാവില്ലല്ലോ. അതിനോടടുത്ത് ഈ സാഹചര്യത്തിൽ ഓടാൻ പറ്റിയതിൽ എനിക്ക് നല്ല ഹാപ്പിനെസ് ഉണ്ട്. സ്പോർട്സിന്റെ ഉന്നമനത്തിന് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുവാൻ സംസ്ഥാന സർക്കാർ കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്നും ഉഷ കൂട്ടിച്ചേർത്തു. അതൊന്നും മൾട്ടി ജിം എക്യുപ്മെന്റ്സ് ഇപ്പം ഹോസ്റ്റൽ ഇട്ട കാരണം കൊണ്ട് ഞങ്ങൾക്ക് പിന്നെ ആ ഹോള് ശരിയായി കിട്ടുവാണെങ്കിൽ നമുക്ക് അപ്പൊ അത് അവരെ സ്പോർട്സ് കൗൺസിലിന്റെ വർക്കിംഗ് ഫണ്ട് തരാന്ന് പറഞ്ഞിട്ട് അതിനുള്ള ഒന്നും നീങ്ങാത്തപ്പോ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ചെയ്ത് പ്രൂവ് ആകുന്നതിന് മുമ്പ് ഒന്നും വരണ്ട. പക്ഷെ നമ്മൾ പ്രൂവ് ആയി കഴിയുമ്പോൾ ഇത് നമ്മുടെ രാജ്യത്തിന്റെ ഒരു അസറ്റ് ആണെന്ന് തിരിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു സഹായമൊക്കെ വരുമ്പോൾ നമുക്ക് മുമ്പോട്ടേക്ക് പോകാൻ അത് കൂടുതൽ ഗുണം ചെയ്യും. അത് എനിക്കല്ല, നമ്മളെ രാജ്യത്തിന് തന്നെ ഗുണം ചെയ്യും. കേരള അത്ലറ്റിക് അസോസിയേഷൻ ഒഴിവാക്കിയ ജിസ്ന മാത്യുവിനെ ഏഷ്യൻ അത്ലറ്റിക് മീറ്റിൽ പങ്കെടുക്കുവാൻ അവസരമൊരുക്കിയത് ഇന്ത്യൻ അത്ലറ്റിക് അസോസിയേഷനാണെന്നും ഉഷ പറഞ്ഞു. ആ ജിസ്ന ഉണ്ടായിട്ടും നമ്മുടെ കേരളത്തിന്റെ അത്ലറ്റിക് അസോസിയേഷൻ റിലേ ടീമിൽ ജിസ്നയ്ക്ക് സ്ഥാനം കൊടുത്തിട്ടില്ല. അങ്ങനെ ജിസ്ന അത്ലറ്റിക് അസോസിയേഷന് വേണ്ടിയിട്ട് എവിടെയൊക്കെ ഇന്ത്യൻ അത്ലറ്റിക് അസോസിയേഷൻ, അങ്ങനെയാണ് അവളെ ടീം കയറി വരുന്നത്. PT ഉഷയുടെ പ്രോത്സാഹനവും കഠിന പ്രയത്നവുമാണ് തങ്ങളെ വിജയത്തിലേക്ക് നയിച്ചതെന്ന് ടിൻഡു ലൂക്കിയും ജിസ്ന മാത്യുവും പറഞ്ഞു. മുഖാമുഖത്തിൽ പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ, സെക്രട്ടറി TK ബാലനാരായണൻ, ഉഷയുടെ ഭർത്താവും പരിശീലകനുമായ T ശ്രീനിവാസൻ എന്നിവരും പങ്കെടുത്തു. മത്സ്യത്തൊഴിലാളികൾക്ക് കഷ്ടകാലം വിതച്ച് ട്രോളിംഗ് നിരോധനം. കേരളത്തിലെമ്പാടും ട്രോളിംഗ് നിരോധന കാലയളവ് കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട് സമരങ്ങൾ ശക്തമാവുമ്പോൾ കോഴിക്കോട്ടെ പാരമ്പര്യ മത്സ്യത്തൊഴിലാളികൾക്ക് പറയാനുള്ളത് മറ്റൊന്നാണ്. മുഹമ്മദ് ഷിയാസിന്റെ റിപ്പോർട്ടിലേക്ക്. ട്രോളിംഗ് നിരോധനം എന്നും മത്സ്യത്തൊഴിലാളികളുടെ കഷ്ടകാലമാണ്. ട്രോളിംഗ് കാലയളവിനെ ചൊല്ലി കേന്ദ്രവും കേരളവും തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിനിടയിൽ പെടുന്നത് മത്സ്യത്തൊഴിലാളികളാണ്. നിരോധനത്തിന്റെ സമയപരിധി കുറയ്ക്കണമെന്ന് ഭൂരിഭാഗം മത്സ്യത്തൊഴിലാളികളും പറയുമ്പോൾ ട്രോളിംഗ് നിരോധനം 3 മാസത്തേക്കെങ്കിലും നീട്ടണമെന്നാണ് കോഴിക്കോട്ടെ പാരമ്പര്യ മത്സ്യത്തൊഴിലാളികളുടെ വാദം. ഏറ്റവും സുഖമാണ് ഈ ബോട്ട് പ്രസ്ഥാനങ്ങൾക്ക്, വളരെ ഗുണമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ ഡബിൾ നെറ്റ് വലിക്കുന്നുണ്ട്. 2 ബോട്ട് പിടിച്ചിട്ട് സകല മീനും അതിൻ്റെ അകത്ത് റെഡിയാണ്. പോയാൽ ഇങ്ങോട്ട് പോകാൻ കഴിയും. ഇതെല്ലാം വലിയ അപകടം. പിന്നെ ആളുകൾ വെറുതെ അത് പറഞ്ഞ് ഇത് പറഞ്ഞ് 3 മാസം നിരോധനം ഏർപ്പെടുത്തും ഇവിടെ, എന്നാലേ അതിൻ്റെ ഗുണം സിദ്ധിക്കുകയുള്ളൂ. 2 ബോട്ടുകൾ ചേർന്ന് ഡബിൾ നെറ്റ് രീതിയിൽ മത്സ്യബന്ധനം നടത്തുന്നത് കടലിലെ മത്സ്യസമ്പത്തിനെ ഗണ്യമായി കുറയ്ക്കും. 12 നോട്ടിക്കൽ മൈൽ പരിധിക്കുള്ളിൽ മത്സ്യബന്ധനം നടത്തുന്ന പാരമ്പര്യ മത്സ്യത്തൊഴിലാളികൾക്ക് ഈ കാലയളവിൽ കൂടുതൽ മത്സ്യം ലഭിക്കും. ഈ കാലയളവിൽ ഉൾക്കടലിലെ മത്സ്യങ്ങൾ തീരത്തേക്ക് അടുക്കുന്നത് കൊണ്ടാണിത്. ട്രോളിംഗ് നിരോധനത്തിന്റെ ഭാഗമായി ആഴക്കടൽ മത്സ്യബന്ധനം നിരോധിച്ചത് കുത്തകകളെ സഹായിക്കാനാണെന്ന് ആക്ഷേപമുണ്ട്. സർക്കാർ ക്രിയാത്മകമായി ഇടപെടാത്തത് മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ പ്രതിഷേധത്തിന് കാരണമാകുന്നു. ട്രോളിംഗ് നിരോധനം പൊതുവെ മത്സ്യത്തൊഴിലാളികൾക്ക് കഷ്ടകാലമെന്നാണ് വിലയിരുത്തൽ. എന്നാൽ കടൽ മത്സ്യസമ്പത്ത് വർദ്ധിക്കുന്നതിന് ട്രോളിംഗ് കാരണമാകുന്നുവെന്നും 12 നോട്ടിക്കൽ മൈലിനകത്ത് മത്സ്യബന്ധനം നടത്തുന്ന പാരമ്പര്യ മത്സ്യത്തൊഴിലാളികൾക്ക് ട്രോളിംഗ് പ്രശ്നമല്ലെന്നും പാരമ്പര്യ തൊഴിലാളികൾ തന്നെ പറയുന്നു. കോഴിക്കോട് വെള്ളയിൽ കടപ്പുറത്തു നിന്ന് മുഹമ്മദ് ഷിയാസ്, ജില്ലാ വാർത്തകൾ. സമരങ്ങളിലൂടെ നേടിയെടുത്ത തൊഴിലാളികളുടെ അവകാശങ്ങൾ കവർന്നെടുക്കാനാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ശ്രമിക്കുന്നതെന്ന് INTUC ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് M രാജൻ. കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ കോഴിക്കോട് ഡിവിഷൻ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ കോഴിക്കോട് ഡിവിഷൻ സമ്മേളനമാണ് കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിന് സമീപമുള്ള സിറ്റി ഹൌസിൽ സംഘടിപ്പിച്ചത്. INTUC ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് M രാജൻ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പുതിയ തൊഴിൽ നിയമങ്ങൾ തൊഴിലാളികളെ പ്രതികൂലമായാണ് ബാധിക്കുകയെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തൊഴിലാളി വിരുദ്ധ നടപടികളുമായാണ് മുന്നോട്ട് പോകുന്നതെന്നും രാജൻ കുറ്റപ്പെടുത്തി. തൊഴിലാളികൾക്ക് തൊഴിൽ സംരക്ഷണം ലഭ്യമാവാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. തൊഴിലാളികൾക്ക് PF, ESI തുടങ്ങിയ ആനുകൂല്യങ്ങൾ ഇല്ലാതാവുകയാണ്. സമരങ്ങളിലൂടെ നേടിയെടുത്ത അവകാശങ്ങൾ ഇല്ലാതാക്കാനാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ശ്രമിക്കുന്നതെന്നും രാജൻ കുറ്റപ്പെടുത്തി. ESI വേണോ വേണ്ടേ എന്നുള്ളത് മുതലാളിയും തൊഴിലാളികളും തമ്മിൽ തീരുമാനിക്കും. ഇതിനുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോകുന്ന തൊഴിലാളി വിരുദ്ധ നടപടികളുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം അവർക്കത് എത്രമാത്രം പ്രയാസപ്പെട്ടിട്ടാണ്. ഈ ഇലക്ട്രിസിറ്റി ജീവനക്കാരുടെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളൊക്കെ എന്തൊക്കെ മുല്ലപ്പള്ളി രാമചന്ദ്രനും അതുപോലെ തന്നെ ദാമോദരനൊക്കെ നമ്മളൊക്കെ മുന്നിൽ ഒരുപാട് സമരങ്ങൾ പ്രതിജ്ഞ നടത്തിയിട്ടുള്ള, അങ്ങനെ നേടിയെടുത്തിട്ടുള്ള, റാവുത്തർജിയൊക്കെ ഒരുപാട് താല്പര്യപ്പെട്ടു. അപ്പൊ അങ്ങനെ നേടിയെടുത്തിട്ടുള്ള അവകാശങ്ങളൊക്കെ അത് ഒഴിവാക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് നമ്മുടെ രാജ്യം, നമ്മുടെ സർക്കാരുകൾ, അത് കേന്ദ്ര സർക്കാരാണെങ്കിലും കേരള സർക്കാരാണെങ്കിലും
മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ്. കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സിബിക്കുട്ടി ഫ്രാൻസിസ് മുഖ്യപ്രഭാഷണം നടത്തി. INTUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് KC രാമചന്ദ്രൻ മുഖ്യ അതിഥിയായി പങ്കെടുത്തു. സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് K ദാമോദരൻ, ജില്ലാ ഭാരവാഹികളായ KC രാജൻ, P ശ്രീവത്സൻ, കൌൺസിലർ CS സത്യഭാമ, KP ഗിരീഷ്, വനിതാ വിഭാഗം സെക്രട്ടറി K പുഷ്പലത തുടങ്ങിയവർ സംസാരിച്ചു. അനധികൃത കെട്ടിട നിർമ്മാണത്തിനെതിരെ സമരം ചെയ്യുന്ന സംരക്ഷണ സമിതി നേതാക്കളെ പാർട്ടിയും പാർട്ടി പത്രവും അവഹേളിക്കുകയാണെന്ന് വയപ്പുറത്ത് പൊയിൽത്താഴം നീർത്തട സംരക്ഷണ സമിതി. ഇതിന് പോലീസും കോർപ്പറേഷനും കൂട്ടുനിൽക്കുകയാണെന്നും സമിതി നേതാക്കൾ കോഴിക്കോട് പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കുറച്ച് കഴിയുമ്പോൾ കുണ്ടുപുറം ഏരി ഫുള്ള് അങ്ങനെയോ ആ ഒരു ഫ്ലാറ്റ് അല്ല, അവിടെ ഫുള്ള് വയലുകളാണ്. ആ വയലുകളൊക്കെ നികത്തി ഫ്ലാറ്റിനുള്ള എല്ലാ സപ്പോർട്ടുകളും അവിടെ മെയിനായിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടികളാണ്, അവരാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മളത് ഏരിയയിൽ കംപ്ലീറ്റ്. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് നിൽക്കേണ്ട ആവശ്യം, നിങ്ങൾ പാർട്ടി മെമ്പർഷിപ്പ് ഉള്ള ആളാണ്, അപ്പോൾ പാർട്ടി പറയുന്നത് അനുസരിക്കണമെന്ന്. അങ്ങനെ നമുക്ക് വ്യക്തിപരമായ ഒരു ഇതുണ്ടാവില്ല, പാർട്ടി പറയുന്നത് നമ്മൾ അനുസരിക്കേണ്ട ആവശ്യമില്ലല്ലോ. പാർട്ടി പറയാണോ നിങ്ങൾക്ക് അവിടെ ഫ്ലാറ്റ് ഉണ്ടായിക്കോട്ടെ, അങ്ങനെ ഏതെങ്കിലും പാർട്ടി പറയുന്നുണ്ടോ എല്ലാ വയലും മണ്ണിട്ട് നിർത്തിക്കോട്ടെ. പാർട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവിടെ നിൽക്കുന്ന ഒരു കൗൺസിലറോ അല്ലെങ്കിൽ നമ്മൾ MLA ഒന്നും അല്ലല്ലോ, പാർട്ടി എന്നൊരു പ്രസ്ഥാനമാണ്. അനധികൃത നിർമ്മാണത്തെ എതിർക്കുന്നവരെ അവഹേളിക്കുന്ന പ്രവണതയാണ് നിർമ്മാതാക്കൾക്കുള്ളതെന്ന് വയപ്പുറത്ത് പൊയിൽത്താഴം നീർത്തട സംരക്ഷണ സമിതി ഭാരവാഹികൾ പറഞ്ഞു. ഇതിനെ ചോദ്യം ചെയ്ത സ്ഥലവാസികളായ സ്ത്രീകളുടെ ഫോട്ടോയും വീഡിയോയും ഇവർ ചിത്രീകരിച്ചിരുന്നു. ഇതിനെതിരെ നിർമ്മാതാക്കൾക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എലത്തൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. അസിസ്റ്റന്റ് കമ്മീഷണർക്കും പരാതി നൽകിയിരുന്നു. എന്നാൽ നടപടി ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. സമിതിയുടെ ചെയർപേഴ്സണെതിരെ വാർത്ത പ്രസിദ്ധീകരിച്ച പത്രത്തിനെതിരെ 10 ലക്ഷം രൂപ ആവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് E പ്രദീപ് കുമാർ മുഖേന നോട്ടീസ് അയച്ചിട്ടുണ്ടെന്നും വയപ്പുറത്ത് പൊയിൽത്താഴം നീർത്തട സംരക്ഷണ സമിതി ഭാരവാഹികൾ പറഞ്ഞു. ജില്ലാ വാർത്തകളിൽ ഇടവേള. അപ്പോളോ ഗോൾഡിന്റെ ഷോറൂമുകളിൽ സ്വർണ്ണവർഷ 2015. സ്വർണ്ണവർഷയിലൂടെ വിവാഹ പാർട്ടികൾക്ക് ആന്റിക് ആഭരണങ്ങൾ ഉൾപ്പെടെ എല്ലാ ആഭരണങ്ങൾക്കും പണിക്കൂലി 3.25% മുതൽ. ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കൂ. ഈ ഓഫർ പരിമിത കാലത്തേക്ക് മാത്രം. ഫോർ യു, ഫോർ അവർ. അപ്പോളോ ഗോൾഡ്, മാവൂർ റോഡ്, കോഴിക്കോട്. When the eyes are set on you, don't settle for anything else. I'm not the star. She is. Mine bridal diamond jewelry from Malabar Gold and Diamonds. Be a star, nothing less. വാർത്തകൾ തുടരുന്നു. വെള്ളയിൽ UP സ്കൂളിൽ IMA ആരോഗ്യമൈത്രിയുടെ ഭാഗമായി പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ചടങ്ങ് പ്രദീപ് കുമാർ MLA ഉദ്ഘാടനം ചെയ്തു. IMA കോഴിക്കോട് പ്രസിഡന്റ് അജിത് ഭാസ്കർ അധ്യക്ഷം വഹിച്ചു. വെള്ളയിൽ ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂളിൽ IMA ആരോഗ്യമൈത്രിയുടെ ഭാഗമായി പാഠ്യോപകരണങ്ങൾ വിതരണം ചെയ്തു. A പ്രദീപ് കുമാർ MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സ്വകാര്യ സ്കൂളുകളിലേതിനേക്കാൾ സർക്കാർ സ്കൂളുകളാണ് മികച്ചതെന്ന് A പ്രദീപ് കുമാർ MLA ചടങ്ങിൽ പറഞ്ഞു. പല നിലയിൽ കഴിയും കാലം കാണിച്ചിട്ടാണ് അവസാനം കുട്ടികളെ പറഞ്ഞ് ബുദ്ധിപ്പെടുത്താൻ ശ്രമിക്കുക. കാരണം കുറച്ച് ഇപ്പോഴുള്ള പാഠ്യപദ്ധതിക്ക് അനുസരിച്ച് കുട്ടികൾക്ക് നന്നായി വിശദീകരിച്ച് ബോധ്യപ്പെടുത്തേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ പഠിക്കുന്ന കാലത്ത് അതുകൊണ്ട് അതിനേക്കാൾ സങ്കീർണമായിട്ട് വിഷയങ്ങൾ ഇന്ന് കുഞ്ഞുങ്ങൾ പഠിക്കുക. സ്കൂളിനായി നൽകിയ ലാപ്ടോപ്പ് IMA നോർത്ത് സോൺ വൈസ് പ്രസിഡന്റ് VG പ്രദീപ് കുമാറിൽ നിന്ന് ഹെഡ് മാസ്റ്റർ PK ഭാഗീരഥി ഏറ്റുവാങ്ങി. IMA കോഴിക്കോട് പ്രസിഡന്റ് ശ്രീ അജിത് ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. സെൻട്രൽ വർക്കിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ അബ്ദുൾ ഖാദറിൽ നിന്ന് സ്കൂൾ ലീഡർ റുക്സാന പഠനോപകരണങ്ങൾ ഏറ്റുവാങ്ങി. സ്റ്റാഫ് സെക്രട്ടറി ഐഡ ഡിസൂസ നന്ദി പ്രകാശനം നടത്തി. 10 കോടി ചിലവിൽ നിർമ്മാണം പൂർത്തീകരിക്കുന്ന കൊയിലാണ്ടി കാപ്പാട് തീരദേശ റോഡ് കടലാക്രമണത്തിൽ തകർന്നു. കാലവർഷം തുടങ്ങും മുൻപ് തന്നെ ഈ ഭാഗത്ത് കടലാക്രമണം ശക്തമായിരുന്നു. തൂവപ്പാറയ്ക്ക് സമീപം കാറ്റാടി മരങ്ങളും കടലെടുത്തിട്ടുണ്ട്. കാപ്പാടിനും പൊയിൽക്കാവിനും ഇടയിൽ ശക്തമായ കടലാക്രമണത്തിൽ കൊയിലാണ്ടി കാപ്പാട് തീരദേശ റോഡ് പൂർണ്ണമായും തകർന്നു. കൊയിലാണ്ടിയെയും കാപ്പാടിനെയും ബന്ധിപ്പിക്കുന്ന റോഡിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നതിനിടയിലാണ് റോഡിന്റെ ഒരു ഭാഗം കടലെടുത്തത്. ഈ ഭാഗത്തെ കടൽഭിത്തി പൂർണ്ണമായും തകർന്നു. കടൽഭിത്തിയും റോഡും കടന്ന് കടൽ സമീപത്തെ തെങ്ങിൻ തോപ്പിലേക്ക് ഇരച്ചു കയറുകയാണ്. കാലവർഷം തുടങ്ങും മുൻപേ തന്നെ ഈ ഭാഗത്ത് കടലാക്രമണം ശക്തമായിരുന്നു. തകർന്ന റോഡും കടൽഭിത്തിയും പുനഃസ്ഥാപിക്കാൻ ലക്ഷങ്ങൾ വേണ്ടിവരും. കല്ലിന് നിങ്ങളിപ്പോ എല്ലാ വർഷവും ചില ഈ സീവാളുള്ള സ്ഥലത്ത് പോലും താഴ്ന്നു പോകും. അതിന് വീണ്ടും കല്ലിടണോ? ഇവിടെ കല്ലിടാത്തല്ല പ്രശ്നം. ഇവിടെ കല്ലിടാത്ത ഇവർ ഒഴിവെക്കുന്നതാണ്. ആ സൈഡിൽ കുടിക്കേരി കടൽ.
10 കോടി രൂപ ചിലവിലാണ് തുറമുഖ വകുപ്പ് കൊയിലാണ്ടി കാപ്പാട് തീരദേശ റോഡ് നിർമ്മിക്കുന്നത്. റോഡിന്റെ പ്രവൃത്തിക്കാവശ്യമായ മണ്ണ് പോലും കെട്ടാത്ത സാഹചര്യമുണ്ട്. ഇതിനിടയിലാണ് നിലവിലുള്ള റോഡും തകരുന്നത്. തീരദേശ റോഡിന് അനുവദിച്ച 10 കോടി രൂപ കൊണ്ട് തകർന്ന റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാനാവില്ല. പകരം മറ്റെന്തെങ്കിലും ഫണ്ട് അടിയന്തരമായി ലഭ്യമാക്കിയാലേ കടൽഭിത്തിയും തകർന്ന റോഡും പുതുക്കി പണിയാൻ ആവുകയുള്ളൂ. ഇതിന് നബാർഡിന്റെ ഫണ്ട് ലഭ്യമാക്കാൻ കഴിയുമോ എന്ന അന്വേഷണത്തിലാണ് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് അധികൃതർ. കാപ്പാട് വിനോദസഞ്ചാര കേന്ദ്രത്തിൽ കഴിഞ്ഞ ദിവസമുണ്ടായ കടലാക്രമണത്തിൽ തൂവപ്പാറയ്ക്ക് സമീപത്തെ കാറ്റാടി മരങ്ങൾ കടപുഴകിയിരുന്നു. സമീപത്തുള്ള പെട്ടിക്കടകളും കടൽക്ഷോഭ ഭീതിയിലാണ്. ഇവിടെ കടലാക്രമണം തടയാൻ ചെറു പുലിമുട്ടുകൾ നിർമ്മിക്കുക മാത്രമാണ് പോംവഴി. വാസു മുല്ലേരിയുടെ കവിതാ സമാഹാരം സൂര്യഗീതം പ്രകാശനം ചെയ്തു. കവി PK ഗോപി പ്രൊഫസർ കടത്തനാട് നാരായണന് ആദ്യ പ്രതി നൽകിയാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത്. വാസു മുല്ലേരി രചിച്ച സൂര്യഗീതം എന്ന കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു. വടകര കേളുവേട്ടൻ സ്മാരക ഹാളിൽ നടന്ന ചടങ്ങിൽ കവി PK ഗോപി പ്രകാശന കർമ്മം നിർവഹിച്ചു. പ്രൊഫസർ കടത്തനാട് നാരായണൻ പുസ്തകം ഏറ്റുവാങ്ങി. സ്നേഹസമ്പന്നമായ വാക്കുകളെല്ലാം എന്നെ എടുക്കൂ എന്നാവശ്യപ്പെട്ട് തിരക്കി വരികയും ചെയ്യും. ഓർമ്മയുടെ കലവറയിൽ നിന്നാണ് എല്ലാ അക്ഷരങ്ങളും വീണ്ടെടുക്കപ്പെടുന്നത്. ഉപയോഗശേഷം എല്ലാ അക്ഷരങ്ങളും ചേക്കേറി പോകുന്നതും ഓർമ്മയിലേക്ക് തന്നെയാണ്. ഓർമ്മയിൽ നിന്ന് ഓർമ്മയിലേക്ക് സഞ്ചരിക്കുന്നതാണ് സത്യത്തിൽ കലയുടെ കല ലോകത്തെ രക്ഷിക്കും എന്ന് പറഞ്ഞ വലിയ ചിന്തകന്മാർ. കലയുടെ സൗന്ദര്യമാണ് ജീവിതത്തിന്റെ ആകെ സൗന്ദര്യത്തെ നിശ്ചയിച്ച് ഓർക്കുന്നത്. അതിന്റെ പ്രചോദനമാണ് ഏത് നിരാശാഭരിതമായ ലോക ജീവിതത്തെയും പ്രകാശമാനമായ ഉദയപ്രതീക്ഷകളിലേക്ക് മാറിയിരിക്കുന്നത് എന്ന് ഡോക്ടർ KM ഭരതൻ, ശ്രീധരൻ മേപ്പയിൽ, അജയകുമാർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. കൊയിലാണ്ടി പിഷാരികാവ് ക്ഷേത്രത്തിൽ വ്യാജ വഴിപാട് റെസിറ്റ് അച്ചടിച്ച് ഭക്തരെ കബളിപ്പിച്ച കേസ് അന്വേഷണത്തിൽ പോലീസ് തുടരുന്ന നിസ്സംഗത അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പിഷാരികാവ് ക്ഷേത്ര ക്ഷേമ സമിതി നേതൃത്വത്തിൽ കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. സ്റ്റേഷൻ പരിസരത്ത് നടന്ന പ്രതിഷേധ യോഗം എഴുത്തുകാരൻ കൽപ്പറ്റ നാരായണൻ ഉദ്ഘാടനം ചെയ്തു. പിഷാരികാവിലെ വഴിപാട് റെസിറ്റിൽ തട്ടിപ്പ് സംബന്ധിച്ച അന്വേഷണത്തിൽ പോലീസ് കാണിക്കുന്ന നിസ്സംഗത അവസാനിപ്പിക്കണമെന്നും ക്രമക്കേട് നടത്തിയവരെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് ക്ഷേത്ര ക്ഷേമ സമിതി പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി. എഴുത്തുകാരൻ കൽപ്പറ്റ നാരായണൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. TK രാധാകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. VV സുധാകരൻ, ES രാജൻ, കോരങ്കണ്ടി ഗിരീഷ്, MP നാരായണൻ മൂസത്, NV വത്സൻ, VV ബാലൻ, PK പുരുഷോത്തമൻ, ഓട്ടൂർ ജയപ്രകാശൻ, രവി കൊല്ലംചിറ, മുണ്ടയ്ക്കൽ ശശീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. വ്യാജ വഴിപാട് റെസിറ്റ് അച്ചടിച്ച് ഭക്തരെ കബളിപ്പിച്ച കേസിൽ അന്വേഷണം പാതിവഴിയിൽ നിലച്ചിരിക്കുകയാണ്. വ്യാജ റെസിറ്റ് വിതരണം നടത്തിയെന്ന പരാതിയെ തുടർന്ന് പിഷാരികാവ് ദേവസ്വമാണ് ആദ്യം അന്വേഷണം നടത്തിയത്. പിന്നീട് പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ക്ഷേത്ര ജീവനക്കാരെയും ചില ഉദ്യോഗസ്ഥരെയും കൊയിലാണ്ടി SI രാമകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ തുടർ നടപടികൾ ഉണ്ടായില്ല. ആരോപണത്തെ തുടർന്ന് സസ്പെൻഷനിലായ താൽക്കാലിക ജീവനക്കാരനെ ഇതുവരെ പോലീസ് ചോദ്യം ചെയ്തിട്ടുമില്ല. കേസിൽ ഉടൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പിഷാരികാവ് ക്ഷേത്ര ക്ഷേമ സമിതി നേതൃത്വത്തിൽ കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. വടകര MUM ഹയർ സെക്കൻഡറി സ്കൂളിലെ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെയും മികച്ച സേവനം കാഴ്ചവെച്ച അധ്യാപകരെയും ആദരിച്ചു. ഷാദി മഹലിൽ നടന്ന ചടങ്ങ് സാഹിത്യ അക്കാദമി വൈസ് ചെയർമാൻ അക്ബർ കക്കട്ടിൽ ഉദ്ഘാടനം ചെയ്തു. വടകര MUM ഹയർ സെക്കൻഡറി സ്കൂളിലെ MI സഭ ജയാഘോഷം ഷാദി മഹലിൽ നടന്നു. പരിപാടി സാഹിത്യ അക്കാദമി വൈസ് ചെയർമാൻ അക്ബർ കക്കട്ടിൽ ഉദ്ഘാടനം ചെയ്തു. സ്കൂളിൽ നിന്ന് ഉന്നത വിജയം നേടിയവരെയും മികച്ച സേവനം കാഴ്ചവെച്ച അധ്യാപകരെയും ചടങ്ങിൽ ആദരിച്ചു. ഓരോ കാലഘട്ടത്തിലുമുണ്ട് പരീക്ഷാ സമ്പ്രദായത്തിൽ വരുന്ന ചില റിസൾട്ടുകൾക്ക് ചില അപാകതകളും പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട്. പക്ഷെ പഠിച്ച് വളരെ ക്ലേശിച്ച് ജയിച്ച് ഒരുപാട് റാങ്ക് വാങ്ങുകയെന്ന ഇടത്തോളം എത്തിയ കുട്ടികളെയൊക്കെ അങ്ങനെ വളരെ നിസ്സാരവൽക്കരിക്കുന്ന ഒരു സമ്പ്രദായം വളരെ ഖേദകരമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, MUM ഹൈസ്കൂളിലെ കുട്ടികൾ സാധാരണ നിലയിൽ ചില ആനുകൂല്യങ്ങളുടെ ബലത്തിൽ കൂടുതൽ പോയിന്റുകൾ നേടിയവർ ഉണ്ടാകാം, സ്കോർ നേടിയവർ ഉണ്ടാകാമെങ്കിൽ. MI സഭ വൈസ് പ്രസിഡന്റ് M ഇബ്രാഹിം അധ്യക്ഷം വഹിച്ചു. വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ P കുൽസു, വടകര DO K സുരേഷ് കുമാർ, TI നാസർ, പ്രൊഫസർ K മെഹമ്മൂദ്, PTK ജസീല തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലാ വാർത്തകളിൽ മറ്റൊരിടവേള.
അപ്പോളോ ഗോൾഡിന്റെ ഷോറൂമുകളിൽ സ്വർണ്ണവർഷ 2015. സ്വർണ്ണവർഷയിലൂടെ വിവാഹ പാർട്ടികൾക്ക് ആന്റിക് ആഭരണങ്ങൾ ഉൾപ്പെടെ എല്ലാ ആഭരണങ്ങൾക്കും പണിക്കൂലി 3.25% മുതൽ. ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കൂ. ഈ ഓഫർ പരിമിത കാലത്തേക്ക് മാത്രം. ഫോർ യു, ഫോർ അവർ. അപ്പോളോ ഗോൾഡ്, മാവൂർ റോഡ്, കോഴിക്കോട്. പ്രത്യേക ശ്രദ്ധയ്ക്ക് മദ്യപാനം, പുകവലി, കഞ്ചാവ്, മറ്റു ലഹരി പദാർത്ഥങ്ങൾ ശീലമാക്കിയവർ നിങ്ങളുടെ കുടുംബത്തിലോ അറിവിലോ ഉണ്ടെങ്കിൽ അവരെ മോചിപ്പിക്കാൻ ഇതാ ഒരവസരം. തികച്ചും ആയുർവേദ വിധിപ്രകാരം തയ്യാറാക്കിയ ആയുർവേദ മരുന്ന് അറിഞ്ഞോ അറിയാതെയോ നൽകാം. ഡോക്ടർ മിഥുൻ എടത്തിൽ, മീഞ്ചന്ത, കോഴിക്കോട്. ഫോൺ 9895539920. മരുന്ന് തപാൽ വഴിയും ലഭ്യമാണ്. WHO, GMP, ISO 9001:2000, HACCP സർട്ടിഫൈഡ് മെഡിസിൻ. കൂടുതൽ ചികിത്സാ വിവരങ്ങൾക്കും ബുക്കിംഗിനും ബന്ധപ്പെടുക. ലഹരി ഉപയോഗം അത് കുടുംബ ബന്ധങ്ങളെയും സമൂഹത്തെയും നാടിനെയും നശിപ്പിക്കും. അതിൽ നിന്ന് ഇതാ ഒരു മോചനം. ഒരു നല്ല നാടിന്റെ ഉയർച്ചയ്ക്കായി നമുക്ക് ഒരുമിച്ച് മുന്നേറാം. വാർത്തകൾ തുടരുന്നു. അനാവശ്യ കാരണങ്ങൾ ആരോപിച്ച് കൊയിലാണ്ടി ICS സ്കൂളിൽ നിന്നും പുറത്താക്കിയ അധ്യാപകരെ തിരിച്ചെടുത്തിട്ടില്ലെങ്കിൽ വലിയ പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുമെന്ന് കെ ദാസൻ MLA. പുറത്താക്കിയ അധ്യാപകർ ഉൾപ്പെടെ 13 പേർ സ്കൂളിന് മുൻപിൽ 10 ദിവസമായി സമരം തുടരുകയാണ്. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സ്കൂളിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. പുറത്താക്കിയ അധ്യാപകരെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് കെ ദാസൻ MLAയുടെ നേതൃത്വത്തിൽ കൊയിലാണ്ടി CIS സ്കൂളിലേക്ക് ബഹുജന മാർച്ച് നടത്തി. ശബ്ദക്കുറവ്, വൈകി വരുന്നു, അധ്യാപകർ നോട്ട് കാണിക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ മാസം 25-നാണ് സ്കൂളിലെ 5 അധ്യാപകരെ പുറത്താക്കിയത്. എന്നാൽ ശമ്പള വർധനവ് ആവശ്യപ്പെട്ടതും യൂണിയനിൽ മെമ്പർഷിപ്പ് എടുത്തതുമാണ് നടപടിക്ക് കാരണമായതെന്ന് അധ്യാപകർ പറയുന്നു. പുറത്താക്കിയ അധ്യാപകരെ ഉടൻ തിരിച്ചെടുത്തില്ലെങ്കിൽ വലിയ പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുമെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത കെ ദാസൻ MLA പറഞ്ഞു. അവർ ഈ കാലത്ത് എത്രയ്ക്കാണ് ഇവിടെ വർക്കിംഗ് ടൈം പറഞ്ഞിരിക്കുന്നത്? ഇവിടെ ഓടിയെത്തണം. അവർ സ്കൂളിന്റെ പീരീഡ് കഴിയുന്നവരെ ഇവിടെ നിന്ന് അവർ ക്ലാസ് എടുക്കുന്നത്. പക്ഷെ ഒരു മിതവും ന്യായമാണെന്ന് നമുക്ക് തോന്നുന്ന ഒരു വേതനം അവർക്ക് കൊടുക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമില്ലേ, ഏത് മാനേജ്മെന്റ് ആയാലും. കൊയിലാണ്ടി നഗരസഭ അധ്യക്ഷ കെ ശാന്ത, വേണു, ബിജോയ്, മോഹനൻ, കെ ഷിജു, ടി.കെ. പത്മനാഭൻ, ജിജേഷ് എന്നിവർ സംസാരിച്ചു. തൊഴിലാളികളും യുവജനങ്ങളും ഉൾപ്പെടെ നിരവധി പേർ മാർച്ചിൽ പങ്കെടുത്തു. ടി ഗോപാലൻ അധ്യക്ഷം വഹിച്ചു. പുറത്താക്കിയവരുൾപ്പെടെ 13 അധ്യാപകർ സ്കൂളിന് മുൻപിൽ സമരം തുടരുകയാണ്. ഇനി നല്ല സിനിമയിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം. അസ്തമയം വരെ, ക്രൈം നമ്പർ 89 എന്നീ സിനിമകളിലൂടെ മാറ്റത്തിന് തിരികൊളുത്തുകയാണ് സംവിധായകരായ സുധേവനും സജിൻ ബാബുവും. കാലിക്കറ്റ് പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു ഇരുവരും. പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ, ഫിലിം ക്ലബ് കൺവീനർ AB ഫർദീസ് എന്നിവരും മുഖാമുഖത്തിൽ പങ്കെടുത്തു. സിനിമയെ സ്നേഹിക്കുന്ന യഥാർത്ഥ പ്രേക്ഷകരെ തിയേറ്ററുകളിൽ ലഭിച്ചു എന്നതാണ് ക്രൈം നമ്പർ 89ന്റെയും അസ്തമയം വരെ എന്ന സിനിമയുടെയും വിജയമെന്ന് സംവിധായകരായ സുധേവനും സജിൻ ബാബുവും പറഞ്ഞു. വെല്ലുവിളിയോ അട്ടിമറിയോ ഒന്നുമില്ലാത്ത സാധാരണ സിനിമകളാണിത്. ഒരു നല്ല സിനിമ എടുക്കുക എന്നത് മാത്രമായിരുന്നു ലക്ഷ്യം. അതിനുവേണ്ടി അധ്വാനിച്ചു. 3 വർഷത്തെ കഷ്ടപ്പാടിന്റെ ഫലമാണ് അസ്തമയം വരെ എന്ന സിനിമ. KSFDC ഈ 2 സിനിമകൾക്ക് തിയേറ്റർ അനുവദിച്ച് വലിയ കാര്യം തന്നെയാണെന്നും ഇരുവരും പറഞ്ഞു. 2 സിനിമയിലും വലിയ താരങ്ങളില്ല. എല്ലാവരും പുതിയ ആൾക്കാരാണ്. വലിയ ആളുകളുടെ പിന്തുണയുമില്ല. അങ്ങനെയുള്ള സിനിമ കാണാനെത്തുന്നത് വലിയ കാര്യമാണെന്നും ഇവർ കൂട്ടിച്ചേർത്തു. സംസ്ഥാന അവാർഡിന് ഈ ചിത്രങ്ങൾ അയച്ചെങ്കിലും കാണാൻ പോലും ജൂറി തയ്യാറായില്ലെന്ന് വിവരാവകാശത്തിലൂടെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞെന്നും ഇവർ പറഞ്ഞു. ഇതിനെതിരെ പ്രതിഷേധിച്ചതിന്റെ ഫലമായി ഈ വർഷം മുതൽ അവാർഡ് നിർണ്ണയം പൂർണ്ണമായി പൊളിച്ചെഴുതാൻ കഴിഞ്ഞതെന്നും അവർ കൂട്ടിച്ചേർത്തു. കാലിക്കറ്റ് പ്രസ് ക്ലബ്ബിൽ നടന്ന മീറ്റ് ദി പ്രസ് പരിപാടിയിൽ പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ, ഫിലിം ക്ലബ് കൺവീനർ AB ഫർദീസ് എന്നിവരും പങ്കെടുത്തു. ഇത്തവണ SSLC, +2, VHSC വിഭാഗങ്ങളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവരെ അനുമോദിച്ചു. കോഴിക്കോട് ഹിമായത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിലെയും കുരിച്ചിറ ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെയും വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. ഹിമായത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ കോഴിക്കോട് വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഗിരീഷ് ചോലയിലും ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ കളക്ടർ N പ്രശാന്തും ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ അധ്യയന വർഷത്തിലെ SSLC, +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കോഴിക്കോട് ഹിമായത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെ സ്കൂൾ PTA-യുടെ ആഭിമുഖ്യത്തിലാണ് അനുമോദിച്ചത്. PTA പ്രസിഡന്റ് മുഹമ്മദ് കോയ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കോഴിക്കോട് വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഗിരീഷ് ചോലയിൽ മുഖ്യ അതിഥിയായിരുന്നു. RDD A നൌഷാദ് യോഗം ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ ഈ വിജയങ്ങളുടെ ആഘോഷത്തിന്റെ സമയമാണ്. SSLC അതേപോലെ +2 റിസൾട്ട് വരികയും അതിൽ വിജയികൾക്ക് നമ്മുടെ നാട് നീളെ സ്വീകരണവും ഒക്കെ കൊടുക്കുന്ന ഒരു വേളയാണ് ഇപ്പോൾ ഉള്ളത്. മൊത്തം 34 കുട്ടികൾ ഫുൾ A+ വാങ്ങിയിരിക്കുന്നു. അതിനകത്ത് ഒരു കുട്ടിക്ക് സെക്കൻഡ് ഇയറിൽ ഫുൾ മാർക്ക് കിട്ടിയിരിക്കുകയാണ്. 540 മാർക്ക് കിട്ടിയിരിക്കുകയാണ്. വളരെ നല്ല കാര്യം.
Ravina Dhanya, Jahana Sherin, and Ashita. Top scorers from the commerce section, Adif, Muhammad Suhail, Arish Latif, Jati, Shada MK. Principal P.K. Abdul Nasir, Headmaster P.K. Faisal, Managing Committee Joint Secretary P.K.V. Abdul Aziz, PTA Vice President Mustafa, Managing Committee Senior Member A.V. Koya, Nurdin Muhammad, മുൻ മാനേജ്മെന്റ് പ്രതിനിധി P.T. മുഹമ്മദ് അലി എന്നിവർ യോഗത്തിൽ ആശംസകൾ അർപ്പിച്ചു. കാലിക്കറ്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ 2015 SSLC +2 PHSC വിഭാഗങ്ങളിൽ A+ നേടിയ വിദ്യാർത്ഥിനികളെയും ഉന്നത വിജയം കരസ്ഥമാക്കിയവരെയും അനുമോദിച്ചു. ജില്ലാ കളക്ടർ N. പ്രശാന്ത് ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ വിദ്യാർത്ഥികൾക്ക് PTA ഏർപ്പെടുത്തിയ ഉപഹാരങ്ങൾ കളക്ടർ വിതരണം ചെയ്തു. ഈ ദിവസവും മരണത്തെ മുമ്പിൽ കണ്ടുകൊണ്ട് ദിവസവും പോവുകയും അതാത് ദിവസം കുറെ മീൻ പിടിച്ച് അവരെ തിരിച്ച് കരയിലോട്ട് വരികയും ചെയ്യുമ്പോൾ അവരുടെ മനസ്സെന്താന്ന് മനസ്സിലാക്കാം. അവർക്ക് ജീവിതത്തിൽ ഒട്ടുമിക്ക സാധനങ്ങളും വളരെ നിസ്സാരമാണ്. കാരണം അവർ ജീവിതത്തിൽ എല്ലാ ദിവസവും മരണത്തെയാണ് അതിജീവിച്ചു വരുന്നത്. എല്ലാ ദിവസവും മരണത്തെ അതിജീവിച്ചു വരുന്ന എത്ര പേരുണ്ട് നമുക്ക് മരണം കേട്ട അപ്പം സങ്കടമാണ്. സ്കൂൾ മാനേജർ K.V. കുഞ്ഞമ്മദ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്കൂൾ മാനേജ്മെന്റ് എൻഡോവ്മെന്റ് അവാർഡും ഹ്യൂമയോൺ കബീർ അവാർഡും സ്കൂൾ വികസന സമിതി ചെയർമാൻ ഡോക്ടർ V. അലി ഫൈസൽ വിതരണം ചെയ്തു. ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ C.P. ആമിന ടീച്ചർ, സ്കൂൾ ഹെഡ് മിസ്ട്രസ് K.M. റഷീദ ബീഗം, PHSC പ്രിൻസിപ്പൽ P.M. ശ്രീദേവി ടീച്ചർ, PTA വൈസ് പ്രസിഡന്റ് M.V. അബ്ദുള്ള കോയ ആശംസകൾ അർപ്പിച്ചു. PTA പ്രസിഡന്റ് K.M. അബ്ദുൾ സാദിഖ് സ്വാഗതവും ഡെപ്യൂട്ടി ഹെഡ് മിസ്ട്രസ് K. റുഫ്സാന യോഗത്തിന് നന്ദിയും പറഞ്ഞു. ഈ വർഷത്തെ SSLC പരീക്ഷയിൽ 100%, +2 വിഭാഗത്തിൽ 97%, BHSC വിഭാഗത്തിൽ 96% വിജയം കൈവരിച്ച സ്കൂളിൽ SSLC വിഭാഗത്തിലെ 6 വിദ്യാർത്ഥികൾക്ക് മുഴുവൻ വിഷയങ്ങൾക്കും A+, +2 വിഭാഗത്തിൽ 8 വിദ്യാർത്ഥിനികൾക്കും മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അജ്മീറിലെ പെട്രോളിയം സ്പോർട്സ് പ്രൊമോഷൻ ബോർഡിലെ പരിശീലനത്തിനായി തെരഞ്ഞെടുക്കപ്പെട്ട സുബൈർ ഖാന് കോഴിക്കോട് ടേബിൾ ടെന്നീസ് അക്കാദമി നേതൃത്വത്തിൽ സ്വീകരണം നൽകി. JDT ഇസ്ലാം സെക്രട്ടറി CP കുഞ്ഞു മുഹമ്മദ് മെമന്റോ സമ്മാനിച്ചു. ടേബിൾ ടെന്നീസിൽ വിസ്മയം തീർത്ത കോഴിക്കോടിന്റെ ദത്തുപുത്രൻ ജുബൈർ ഖാന്റെ സർവുകളും ഷോട്ടുകളും ഇനി അജ്മീറിന്റെ മണ്ണിലേക്ക്. ടേബിൾ ടെന്നീസിൽ ഇന്ത്യയുടെ 3ാം റാങ്കുകാരനായ ഈ 10 വയസ്സുകാരൻ കോഴിക്കോട്ടെ കായിക പ്രേമികളുടെ ഇടയിൽ നിന്ന് വിശാലമായ മറ്റൊരു കായിക ലോകത്തേക്ക് ചേക്കേറുകയാണ്. വെള്ളിമടുകുന്ന് JDT ഇസ്ലാം ഓർഫനേജിലെ ഈ 6ാം ക്ലാസ്സുകാരൻ ഇനിയുള്ള കളികൾ അജ്മീറിലെ ടേബിൾ ടെന്നീസ് അക്കാദമിയായ പെട്രോളിയം സ്പോർട്സ് ബോർഡിലായിരിക്കും. മിനി കേഡറ്റ് ചാമ്പ്യൻഷിപ്പിൽ തുടർച്ചയായി 3 തവണ ചാമ്പ്യൻ, സീനിയർ കേഡറ്റ് ചാമ്പ്യൻഷിപ്പിൽ 5 തവണ വിജയി, കേഡറ്റ് ബോയ്സ് ചാമ്പ്യൻഷിപ്പിൽ 3 തവണ കേരളത്തെ പ്രതിനിധീകരിച്ച കളിക്കാരൻ, ടേബിൾ ടെന്നീസിൽ ഇന്ത്യയുടെ 3ാം റാങ്കുകാരൻ എന്നിവയെല്ലാം ജുബൈർ ഖാന്റെ നേട്ടങ്ങളാണ്. ഈ നേട്ടങ്ങളുടെ കൊയ്ത്തു കണ്ടാണ് വെള്ളിമടുകുന്ന ടേബിൾ ടെന്നീസ് അക്കാദമിയിൽ നിന്നും ജുബൈറിനെ ദത്തെടുക്കുവാൻ അജ്മീർ സ്പോർട്സ് ബോർഡ് മുന്നോട്ട് വന്നത്. ജില്ലാ ടേബിൾ ടെന്നീസ് അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ ഹോട്ടൽ അളകാപുരിയിൽ ജുബൈർ ഖാന് അനുമോദനവും യാത്രയയപ്പും നൽകി. ചടങ്ങിൽ അക്കാദമി ചെയർമാൻ വിജയ് അർജുൻ ദാസ് അധ്യക്ഷനായിരുന്നു. JDT ഇസ്ലാം സെക്രട്ടറി CP കുഞ്ഞു മുഹമ്മദ് ജുബൈറിന് ഉപഹാരം നൽകി ആദരിച്ചു. ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KJ മത്തായി, പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ, അഡ്വക്കേറ്റ് N. ഭാസ്കരൻ, K. അബൂബക്കർ, സുനിൽ ശിവദാസ്, അഡ്വക്കേറ്റ് T. ജയരാജ്, V. ശ്രീനിവാസൻ എന്നിവർ സംസാരിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ. പ്രമുഖ ഇൻഡോ അറബ് കവിയും പണ്ഡിതനുമായിരുന്ന തിരൂരങ്ങാടി ബാപ്പു മുസ്ലിയാരുടെ ജീവിതവും കവിതയും പ്രമേയമാക്കിയുള്ള ഏകദിന ദേശീയ സെമിനാർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ജൂൺ 15 തിങ്കളാഴ്ച നടക്കും. രണ്ടത്താണിയിലെ OK ഉസ്താദ് ഇൻസ്റ്റിറ്റ്യൂട്ടും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അറബിക് ഡിപ്പാർട്ട്മെന്റും സംയുക്തമായാണ് സെമിനാർ സംഘടിപ്പിക്കുന്നത്. രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെ നടക്കുന്ന സെമിനാർ ET മുഹമ്മദ് ബഷീർ MP ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംഘർഷങ്ങൾക്കും കൊലപാതകത്തിനും ശേഷം കരിപ്പൂർ സാധാരണ നിലയിലേക്ക്. മരണപ്പെട്ട CISF ജവാന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കരിപ്പൂരിൽ. ഏഷ്യൻ അത്ലറ്റിക് മീറ്റിൽ മെഡൽ നേടിയെത്തിയ തങ്ങൾക്ക് സംസ്ഥാന സർക്കാർ ഒരു അനുമോദന ചടങ്ങ് പോലും സംഘടിപ്പിച്ചിട്ടില്ലെന്ന് ഒളിമ്പ്യൻ PT ഉഷ. സമരങ്ങളിലൂടെ നേടിയെടുത്ത തൊഴിലാളികളുടെ അവകാശങ്ങൾ കവർന്നെടുക്കാനാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ശ്രമിക്കുന്നതെന്ന് INTUC ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് M. രാജൻ.
ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അപ്പോളോ ഗോൾഡ്, കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. Malabar Gold and Diamonds. Celebrate the beauty of life.